ഉമ്മൻചാണ്ടിക്ക് സന്തോഷിക്കാം, ഇവന്മാരെല്ലാം കൂടി ചേർന്ന് തൻ്റെ മകനെ തീർത്തു കളഞ്ഞില്ലല്ലോ എന്നോർത്ത്. അതെ, ഉമ്മൻചാണ്ടിയുടെ 2ാം വാർഷികത്തിൽ ഉമ്മൻചാണ്ടിക്ക് ആശ്വസിക്കാം. തൻ്റെ മകനെ തന്നെ തീർക്കുവാൻ ശ്രമിച്ച ആ കൊറിയ നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് തീർത്തു കളഞ്ഞില്ലല്ലോ എന്നോർത്ത്. പുതുപ്പള്ളിയുടെ MLA ആയി നിന്ന് കൊച്ചു കുഞ്ഞുഞ്ഞായി നിന്ന് ചാണ്ടി ഉമ്മൻ തൻ്റെ പിതാവിൻ്റെ 2ാം അനുസ്മരണം ഗംഭീരമായി നടത്തി. എല്ലാ ഗ്രൂപ്പുകളുടെയും പ്രതിനിധികൾ വേദിയിലുണ്ടായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടം MLA അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം എന്തുകൊണ്ടാണ് വരാഞ്ഞത് എന്നറിയില്ല. പലരും ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ചാണ്ടി ഉമ്മനെ തീർത്തു കളയുവാൻ ശ്രമിച്ച നേതാക്കൾ എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന്. അത് മനസ്സിലാകണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സംസ്കാരം നടത്തി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരം BJT ഹാളിൽ KPCCയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം നടത്തിയപ്പോൾ ചാണ്ടി ഉമ്മനോട് അന്നവർ കാണിച്ച ആ വേർതിരിവും ശോഭകേടും ഒന്ന് കാണണം. ഒരു കസേര പോലും നൽകുവാനുള്ള മാന്യത ഈ കുഴിപ്പുളവന്മാർ അന്ന് കാണിച്ചില്ല. അന്ന് ITV ന്യൂസ് നൽകിയ ആ വാർത്തയുടെ പ്രസക്ത ഭാഗം മാത്രം നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് മടങ്ങി വരാം. തൻ്റെ പിതാവിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വന്ന ചാണ്ടി ഉമ്മന് വേദിയിൽ ഇരിപ്പിടം പോലും നൽകിയില്ല. ഒടുക്കം അദ്ദേഹം ഇറങ്ങിപ്പോകുവാൻ തുടങ്ങിയപ്പോൾ ആരോ ഇട്ട് നൽകിയ ഒരു പ്ലാസ്റ്റിക് കസേരയിൽ കയറി വരുന്ന വഴിയിൽ അദ്ദേഹത്തെ പിടിച്ചിരുത്തി. ഒരു ഫാൻ പോലും ഇല്ലാതിരുന്ന ആ സ്ഥലത്തിരുന്ന് അദ്ദേഹം ഇരുന്നു പുഴുങ്ങി. സർവ്വവ്യാപികളായി എത്തുന്ന മുക്രിച്ചാമി ബിഷപ്പുമാരും കുറെ അലബലാദികളും നേരത്തെ കയറി സ്റ്റേജിൽ സ്ഥാനമുറപ്പിച്ചിരുന്നു. എന്നാൽ വേദിയിൽ ഇരിപ്പിടം നൽകേണ്ടിയിരുന്ന പല വ്യക്തിത്വങ്ങളും ഓഡിറ്റോറിയത്തിന്റെ പല മുക്കിലും മൂലയിലും ഇരിപ്പുണ്ടായിരുന്നു. വളരെ ചെറിയ ഹാളായതിനാൽ ആളുകൾ തിക്കിത്തിരക്കിയാണ് ഇരുന്നത്. ചാണ്ടി ഉമ്മന് 2 വാക്ക് പറയുവാൻ അവസരം നൽകിയില്ല. എല്ലാവരും പോയ ശേഷം അവസരം നൽകിയോ എന്ന് അറിവില്ല. കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് ചാണ്ടി ഉമ്മനെ ഈ വേദിയിൽ കൈകാര്യം ചെയ്തത് എന്ന് നോക്കിയാൽ മാത്രം മതി ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിശ്വാസികൾ പോലും മടലെടുത്ത് ഓടിക്കുന്ന ചില തീവട്ടി ബിഷപ്പുമാരും തരികടകളും പമ്മിയിരിപ്പുണ്ടായിരുന്നു. അന്ന് ചാണ്ടി ഉമ്മനെ പരിമ്പറത്തിരുത്തുവാൻ ശ്രമിച്ച ആ മാന്യദേഹികളെല്ലാം ഇന്നലെ വേദിയിലെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ചാണ്ടി ഉമ്മനും ആ വേദിയിൽ ഉചിതമായ ഒരു സ്ഥാനം ഉറപ്പിച്ചിരുന്നു. വേദിയിലെ അവഗണന, ചികിത്സാ വിവാദങ്ങൾ, കുടുംബത്തിലെ വിവാദം, പുതുപ്പള്ളി സീറ്റ് സംബന്ധിച്ച വിവാദങ്ങൾ, അങ്ങനെ എന്തെല്ലാം വിവാദങ്ങൾ, അതെല്ലാം നേരിട്ട് ഒടുവിൽ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ തുടർച്ചക്കാരനായി. ആ ചാണ്ടി ഉമ്മൻ ആവേശപൂർവ്വം ചടങ്ങിനെത്തിയ വിശിഷ്ടാതിഥികളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ്, ഭാരതത്തിൻ്റെ പ്രിയ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ, ആത്മീയ ആചാര്യന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പിതാവിൻ്റെ 2ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അനുസ്മരണ ചടങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത്. 53 വർഷക്കാലം എൻ്റെ പിതാവിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചു. പക്ഷേ നിങ്ങൾ 53 വർഷം മാത്രമല്ല, കഴിഞ്ഞ 2 വർഷം കൂടെ ചേർത്ത് 55 വർഷക്കാലം എൻ്റെ പിതാവിനെ ചേർത്ത് പിടിച്ചു. ഇതൊക്കെ കണ്ട് ചികിത്സാ വിവാദവും മറ്റു വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കി ചാണ്ടി ഉമ്മനെ തീർക്കുവാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത് അഹോരാത്രം പണിപ്പെട്ട ആ യൂട്യൂബർ പോലും ഇന്നലെ ചാണ്ടി ഉമ്മനെ വാഴ്ത്തിപ്പാടി. യാതൊരു ഉളുപ്പുമില്ലാതെ തൻ്റെ ഉണ്ടയില്ലാവിടികൾ ഏറ്റില്ല, പാളിപ്പോയി, അത് ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു എന്നൊരു ജാളിത പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിഴലിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കില്ലായിരുന്നു. ഉമ്മൻചാണ്ടിയെ അവസാന സമയം ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഭയായ ഓർത്തഡോക്സ് സഭയും അതിൻ്റെ അധ്യക്ഷനായ വാഴൂർ മത്തായിയും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാര സമയത്ത് പോലും വലിയ ജാട കാണിച്ച, സഭയുടെ ഉടമസ്ഥതയിൽ പരുമരയിൽ വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രം ഉണ്ടായിട്ട് പോലും ഒരു ചികിത്സാ സഹായവും വാഗ്ദാനം ചെയ്യാത്ത ആ വാഴൂർ മത്തായിയും യാതൊരു ഉളുപ്പുമില്ലാതെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഇന്നലെ വന്നിരിപ്പുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിയിൽ സബോളക്കണ്ണന്റെ നേതൃത്വത്തിൽ ഓർത്തഡോക്സുകാരെ ഇറക്കി നാണം കെടുത്തിയത് ആരും മറന്നിരിക്കുവാൻ ഇടയില്ല. നമുക്കൊരു സങ്കടമുള്ളത്, അയ്യോ, പുതുപ്പള്ളിയുടെ മലങ്കരയുടെ അഭിമാനമായ ദേവാലയത്തിലെ മാമോദീസ തൊട്ടിയിൽ ഇങ്ങനെ ഒന്ന് ജനിച്ചു പോയല്ലോ എന്നുള്ള ഇന്ന് മലങ്കര സഭയ്ക്കുണ്ട്. അതുകൂടെ ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ആ മുതൽ ഇന്നലെ നടത്തിയ പ്രസംഗം കാണുക. പുതുപ്പള്ളി സെൻറ് ജോർജ് ഓർത്തഡോക്സ് സഭയുടെ ഇടവകയുടെ അരിമ പുത്രനായിരുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ 2ാം
ഓർമ്മ നാം ഇന്ന് ആചരിക്കുകയാണ്. കേരളത്തിൽ അപൂർവമായ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഏറ്റവും ആദരണീയനായിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. അതായത് അദ്ദേഹം എല്ലാവരെയും വളരെ സ്നേഹിച്ചു എന്ന ഒരു വാക്യമാണ്. നാനാജാതി മതസ്ഥരായിരുന്നവർ കക്ഷിഭേദമന്യേ എല്ലാ സ്ഥലങ്ങളിലും ആളുകളെ ഹൃദയംഗമായി സ്നേഹിച്ച ഒരു മനുഷ്യൻ, ഒരു മനുഷ്യ സ്നേഹിയായി തൻ്റെ ജീവിതം മുഴുവനും കാഴ്ചവെച്ചു. സ്വതന്ത്ര കേരളത്തിലെ 10ാമത്തെ മുഖ്യമന്ത്രിയായി 2 പ്രാവശ്യം ഈ കേരളത്തിൽ അതുവരെ ഇല്ലാത്തതായിരുന്ന അനേക കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചയാളാണ്. പല കാര്യങ്ങളും ഇന്നും പുരോഗതി പ്രാപിക്കുന്നത് അദ്ദേഹം ആരംഭിച്ച പല പുതിയ പ്രസ്ഥാനങ്ങളുമാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജനോപകാരപ്രദമായിരിക്കുന്ന മനുഷ്യസ്നേഹപരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് UNO തന്നെ അവാർഡ് 2013 കൊടുത്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും നമുക്ക് എന്നും ദൈവത്തോട് നന്ദി പറയാം. പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു അഭിമാനപുത്രൻ എന്നുള്ളതിൽ അദ്ദേഹത്തോട് പ്രത്യേകമായി ദൈവസന്നിധിയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവിധ നന്മകൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരുകയും ചെയ്തുകൊണ്ട് വി.ഡി. സതീശൻ വെറും 50 മിനിറ്റിൽ കാര്യം പറഞ്ഞ് മാന്യത കാട്ടി. ഉമ്മൻചാണ്ടിയുടെ തീക്ഷ്ണമായ ഓർമ്മകൾ ഹൃദയത്തിലേറ്റാത്ത ഒരു മലയാളി പോലും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഈ വേദിയിലിരുന്നപ്പോൾ ആലോചിച്ചത്, ഈ വലിയ മനുഷ്യനിൽ നമ്മൾ എന്താണ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്? പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ, ദുരിതമനുഭവിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുക എന്ന വലിയ സന്ദേശമാണ് ആ വലിയ മനുഷ്യൻ നൽകിയത്. ആ പ്രതിജ്ഞ നമ്മൾ പുതുക്കുക. ഓരോ പൊതുപ്രവർത്തകനും ഉമ്മൻചാണ്ടി നൽകിയ ആ സന്ദേശം ഹൃദയത്തിലേറ്റുക എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അനാഥവൃത്തിയെ കബളിപ്പിച്ച് 3 കോടി തട്ടിയ സത്യനേശിന്റെ മക്കളെ തെരുവിലിറക്കി വിട്ട് കോടികളുടെ ഭൂമി തട്ടിയെടുത്ത ആ നാണംകെട്ട വരാലുതോമ എന്ന റബ്ബർ സ്റ്റാമ്പ് എന്ന നാറിയെ വിളിച്ച് ആ വേദിയിലിരുത്തി ആ വേദിയുടെ പവിത്രത കളഞ്ഞു എന്ന ഒരൊറ്റ പോരായ്മ മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ. ആ ജാളിത ആ വരാലിൻ്റെ മുഖത്ത് ഇന്നലെ നമുക്ക് കാണാനുണ്ടായിരുന്നു. അതുപോലെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ അവാർഡ് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുവാനുള്ള ആ പ്രഖ്യാപനത്തെ ITV ന്യൂസ് ശക്തമായി വിമർശിച്ചിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, അവർ പ്രഖ്യാപിച്ച ആ അവാർഡ് വേദിയിൽ വെച്ച് ഇന്നലെ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തില്ല. ഇനി അതായിരിക്കുമോ ഇപ്രകാരം അപ്രധാനമായി കൊടുത്തതെന്നും അറിയില്ല. നാളത്തെ നാടിന്റെ നായകൻ പ്രിയപ്പെട്ട രാഹുൽജിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നിങ്ങളുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ നമ്മുടെ ചാണ്ടി ഉമ്മൻ MLA ഉപകാരം സമർപ്പിക്കുന്നു. ശ്രീ ജോഷി ഫിലിപ്പ്, എന്തായാലും ആ അവാർഡ് കൊടുത്ത് ആ ചടങ്ങിൻ്റെ ശോഭ കെടുത്താത്തത് നന്നായി. അതുപോലെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പണി പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനവും സ്കോളർഷിപ്പുകളും ശ്രവണ സഹായികളും ഒക്കെ വിതരണം ചെയ്തതും വളരെ മാതൃകാപരമായി. അവസാനം ഒരു ചെറിയ കോമഡി ഷോയോടുകൂടി പരിപാടികൾ പര്യവസാനിപ്പിച്ചു. വേണുഗോപാലിന്റെ വില ഇത്രയ്ക്കിത്രയേ ഉള്ളൂ എന്ന് രാഹുൽ ഗാന്ധി തന്നെ വേദിയിൽ വെച്ച് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തു. ഇൻഡോർ ടർഫ് അതിൻ്റെ ശിലാസ്ഥാപനം ഇവിടെ വെച്ച് ശ്രീ KC വേണുഗോപാൽ അവർ നിർവഹിക്കും.
തളരരുത് രാമൻകുട്ടി, തളരരുത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. തൻ്റെ മകനെ അങ്ങനെയൊന്നും ഇവന്മാർക്ക് പെടത്താൻ സാധിച്ചില്ല എന്ന്. ഇനി പെടന്നാൽ അതിനുത്തരവാദി ചാണ്ടി ഉമ്മൻ മാത്രമായിരിക്കും. അതുകൊണ്ട് ചാണ്ടിയുമ്മ കരുതലോടെ മുന്നേറുക. ഈ ചടങ്ങ് കഴിഞ്ഞു പോകുന്ന ഓരോ നേതാവും മതനേതാക്കളും സ്വയം ചോദിക്കുക, തങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒത്തുകൂടുമോ എന്ന്. മറുപടി ഒന്നും ആരോടും പറയേണ്ട, വേഗം പൊക്കൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.